തേയ്മാനത്തെ അറിയാൻ ഏറ്റവും സിംപ്ലസ്റ്റ് മാർഗ്ഗം നിന്നുകൊണ്ടുള്ള ഒരു നീണ്ട എക്സ്റേ എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തേയ്മാനം ഉണ്ടോയെന്ന് അറിയാൻ പറ്റും, അത് ഏത് സ്റ്റേജസിലാണെന്ന് അറിയാൻ പറ്റും, ഭാവിയിൽ തേയ്മാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോയെന്ന് അറിയാൻ പറ്റും. കിടന്ന് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ഒരു മുട്ടിലും തേയ്മാനം ഉണ്ടെന്ന് മനസ്സിലാക്കാനേ പറ്റില്ല. ഇതൊരു ഹിമാലയം ബ്ലണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും അത് പലയിടത്തും അങ്ങനെ തന്നെ ചെയ്യുന്നത്. പല ആളുകളും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അത് മാറിയിട്ടില്ല. അപ്പം തേയ്മാനം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബോൺ സൂപ്സ്, ബോണുമായി അടുത്തുള്ള ഇതിന് ഇതൊക്കെയാണ് കഴിക്കേണ്ടത്. നോക്കിയിട്ട് വെരിക്കോസ് വെയിൻ ആളുകൾക്ക് തേയ്മാന ചികിത്സ 7 മടങ്ങ് സാധ്യത കൂടുതലാണ്. ഇപ്പോൾ സാധാരണ ആളുകൾ പറയും ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ ഇപ്പോൾ ചില സ്ത്രീകൾ പറയും ഞാൻ വീട്ടിൽ ഒരുപാട് പണി എക്സസൈസ് എടുക്കുക. അതല്ല, ഏത് ജോയിൻ്റാണോ തേയ്മാനം വന്നത് ആ ജോയിൻസിനെ പെർട്ടിക്കുലർലി മറ്റൊന്ന് ചില ലൈഫ് സ്റ്റൈൽസുകൾ ഇതിന് കൂട്ടും. ഒന്ന് പ്രൊലോങ്ഡ് ആയിട്ട് സ്റ്റാൻഡിങ്, കൂടുതൽ സമയം നിൽക്കുന്നത്, തുടർച്ചയായിട്ട് സ്റ്റെപ്പുകൾ കയറുന്നു, താഴെ പടിഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നമല്ല, ഇരുന്ന് എണീക്കുന്നത്. ഇപ്പോൾ സാധാരണ ഇന്ത്യൻ ടോയ്ലറ്റ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ ഇരുന്നിട്ട് എണീക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ താഴെ ഇരുന്ന് എണീക്കുമ്പം മുട്ടിൽ വരുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ബോഡി വെയിറ്റിൻ്റെ 8 ടൈംസ് ആയിരിക്കും. 8 ടൈംസ് ആയിരിക്കും. അപ്പോൾ 8 ടൈംസിനെ ടോളറേറ്റ് ചെയ്യാനുള്ള തേയ്മാനം വന്ന കാൽമുട്ടുകൾക്ക് ശക്തി ഉണ്ടാവില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യണം. കൂടുതൽ സമയം നിൽക്കുന്നതും സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുന്നതും ഇരുന്നിട്ട് എണീക്കുന്നതും. സോ അതുപോലെ തന്നെയാണ് ആഹാരത്തിലുള്ള ചേഞ്ചസ്. പലപ്പോഴും നമ്മളിങ്ങനെ ഈ പഥ്യം അല്ലെങ്കിൽ ഈ നോൺ വെജിറ്റേറിയൻ കാര്യങ്ങൾ ഒഴിവാക്കണം, അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് എത്രത്തോളം ഇതിൽ വരുന്നു? ആയുർവേദത്തിൽ വളരെ വിവാദമായിട്ടുള്ളൊരു വിഷയമാണത് ശരിക്കും. അതായത് ആയുർവേദം കേൾക്കുമ്പോൾ പൊതുവെ പബ്ലിക്കിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് നോൺ വെജ് ഒക്കെ ഒഴിവാക്കണം, പച്ചക്കറി എല്ലാം പച്ചക്കറി, അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഉള്ളത്. പക്ഷേ ഈ തേയ്മാന ചികിത്സയിൽ മോഡൽ ഉപയോഗിക്കുന്ന 2-3 സാധനങ്ങൾ നോക്കാം. ഒന്ന് ഗ്ലൂക്കോസമീൻ, വൈഡ്ലി ഉപയോഗിക്കുന്ന സാധനം ഗ്ലൂക്കോസമീനാണ്. ഈ ഗ്ലൂക്കോസമീൻ ഉണ്ടാക്കുന്നത് എന്താ അറിയോ? ചെമ്മീൻ്റെ അല്ലെങ്കിൽ ക്രാബ്സിൻ്റെ ഷെൽസ് എന്നാ. പിന്നെ വേറെ ഇപ്പോൾ വളരെ പോപ്പുലൈസ് ചെയ്യുന്ന ഒരു ന്യൂട്രീഷൻ സപ്പോർട്ടാണ് കൊളാജൻ. ഈ കൊളാജൻ ഉണ്ടാക്കുന്നതും ഏതെന്നാണ്? ബൊവൈൻ ടിഷ്യൂസ്. അതെന്ന് വെച്ചാൽ ജീവികളുടെ സ്കിൻ ബോൺ എന്നാണ് ഉണ്ടാക്കുന്നത്. പശുവിൻ്റെയും ഇതൊക്കെ നോക്കിയിട്ട് പശുവിൽ നിന്ന് എടുക്കാം, ബൊവൈനായിട്ടുണ്ടാവും. മറൈൻസ് ആണെങ്കിൽ ഫിഷിൻ്റെ സ്കിന്നൊന്നും അതിൻ്റെ ബോൺ എന്നൊക്കെ ഉണ്ടാക്കുന്നത്. ആയുർവേദത്തിൻ്റെ ഏറ്റവും കൺസെപ്റ്റ് എന്ന് വെച്ചാൽ വൃദ്ധി സമാനേ സർവേഷാം വിപരീത വിപരീഹ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു സാധനത്തിൻ്റെ ശോഷത്തിന്, നാശത്തിന് അതിന് സമാനമായ സാധനങ്ങൾ കഴിക്കാനാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം മുമ്പുള്ള പാരമ്പര്യ വൈദ്യന്മാരൊക്കെ പോത്തിൻദ്രാവ് എന്നൊരു സാധനം ഉണ്ടായിരുന്നു. പോത്തിൻ്റെ എല്ലിനെ ഡിസ്റ്റിൽ ചെയ്തിട്ടുണ്ടാകുന്നത്. ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ. പോത്തിൻദ്രാവും കൊളാജനും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ മോഡ് ഓഫ് പ്രിപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആയുർവേദത്തിൽ ഒരു ടെക്സ്റ്റൽ ആയിട്ടുള്ള റെഫറൻസും ആയുർവേദത്തിൽ തേയ്മാനത്തിന് നോൺ വെജ് അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ല ഇല്ല, തെറ്റായ ധാരണയാണ്. അപ്പം തേയ്മാനം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബോൺ സൂപ്സ്, ബോണുമായി അടുത്തുള്ള ഇതിന് ഇതൊക്കെയാണ് കഴിക്കേണ്ടത്. നോക്കിയിട്ട് അത് ടെക്സ്റ്റിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ചില മരുന്നുകളുടെ കൂടെ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയില്ല മുട്ട കഴിക്കരുത്, അത് ശരിക്കും തെറ്റായിട്ട്. തേയ്മാനത്തിൻ്റെ എന്ത് മരുന്നിൻ്റെ ഒപ്പവും എത്രത്തോളം ബൊവൈൻ ബോണി അത് കഴിക്കാൻ പറ്റുമോ അതാണ് കഴിക്കേണ്ടത്. നോക്കിയിട്ട് അത് ആയുർവേദത്തിൻ്റെ ടെക്സ്റ്റുകളായും അങ്ങനെ തന്നെയാണ്, മോഡേൺ സയൻറ്റിഫിക് അപ്രോച്ചസും അങ്ങനെ തന്നെയാണ്. മറ്റത് ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള അങ്ങനെ ഒരു മെത്തേഡ്സ് അങ്ങനെ പറഞ്ഞു വന്നത് മാത്രമേ ഉള്ളൂ. തേയ്മാനത്തിൻ്റെ എല്ലാ മെഡിസിൻസും മോസ്റ്റ് ഓഫ് ദം മൃഗങ്ങളിൽ നിന്ന് എടുക്കുന്ന മെഡിസിൻസോ അല്ലെങ്കിൽ സപ്ലിമെന്റ്സോ ആയിരിക്കും. ഈ ഒരു തേയ്മാനം അല്ലെങ്കിൽ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ രോഗം വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? വരാതിരിക്കാൻ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഏർലി നിങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇപ്പം അത് ഏറ്റവും കൂടുതൽ വരുന്നത് സ്പോർട്സ്, ഒരുപാട് വളരെ ഫേമസ് ആയ വളരെ പൊട്ടൻഷ്യൽ അത്ലറ്റ്സ് ഒക്കെ അവരൊക്കെ അതിൻ്റെ ഏർലി ഡിറ്റക്റ്റ് ചെയ്യാത്തതുകൊണ്ട് അവരുടെ ആ ഒരു അത്ലറ്റിക് സ്പാൻസ് ഭയങ്കര കുറഞ്ഞു ഇതുണ്ടാകും. ഒന്ന് ഫസ്റ്റ് ഏർലി ഡിറ്റക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നല്ല. ഇതിൽ ഏർലി ഡിറ്റക്റ്റ് ചെയ്യാൻ ശ്രമിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തേയ്മാനം അറിയാനായിട്ട് വലിയ ടെസ്റ്റുകളൊന്നും വേണ്ട ആവശ്യമില്ല. ഇപ്പം ബ്ലഡ് ടെസ്റ്റുകൾ ഏർലി ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു തേയ്മാനം നമ്മൾ മുട്ടിൻ്റെ ബേസിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളൊരു എക്സ്റേ എടുത്താൽ മതി. എക്സ്റേ എടുത്താൽ പക്ഷേ ഏറ്റവും വലിയ വിഷയം എന്താ വെച്ചാൽ എല്ലാവരും എടുക്കുക കിടന്നിട്ടാണ് എക്സ്റേ എടുക്കുക. നീണ്ട് കിടന്ന് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ഒരു മുട്ടിലും തേയ്മാനം ഉണ്ടെന്ന് മനസ്സിലാക്കാനേ പറ്റില്ല. ഇതൊരു ഹിമാലയം ബ്ലണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും അത് പലയിടത്തും അങ്ങനെ തന്നെ ചെയ്യുന്നത്. പല ആളുകളും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അത് മാറിയിട്ടില്ല. നമുക്ക് അതേ എക്സ്റേ നമുക്ക് നിന്നെടുക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ടിബിയോഫെമറൽ അലൈൻമെൻറ്റ്, കമ്പാർട്ട്മെന്റൽ സ്പേസ് ഡിഫക്റ്റ്, ക്യൂ ആംഗിൾ എന്ന് പറയും, കാലിൻ്റെ ഒരു ഇത് നോക്കിയിട്ട് ക്യൂ ആംഗിൾസ്. അതുപോലെ തന്നെ ഈ നിന്നെടുത്തു കഴിഞ്ഞാൽ വേറെ അതിനേക്കാളുണ്ട്. ഒരു തേയ്മാനം കൊണ്ട് 2 തരത്തിൽ ഡിഫോമിറ്റി വരും. ജനു വാരസ് ഡിഫോമിറ്റിയും ജനു വൾഗൻ ഡിഫോമിറ്റിയും. എന്ന് വെച്ചാൽ കാലുകൾ പുറത്തോട്ട് വളഞ്ഞു പോകും, കാലുകൾ തമ്മിൽ മുട്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ജനു വൾഗൻ ഡിഫോമിറ്റി. ഈ ഡിഫോമിറ്റി വരെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്ന് ഭാവിയിൽ പോലും ഒരു സിമ്പിൾ നിന്നിട്ടുള്ള എക്സ്റേ എടുത്താൽ മനസ്സിലാവും. അതേസമയത്ത് കിടന്നെടുത്താൽ അതൊന്നും മനസ്സിലാവില്ല. അപ്പം തേയ്മാനത്തെ അറിയാൻ ഏറ്റവും സിംപ്ലസ്റ്റ് മാർഗ്ഗം നിന്നുകൊണ്ടുള്ള ഒരു നീണ്ട എക്സ്റേ എടുക്കുക.
എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തേയ്മാനം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും, അത് ഏത് സ്റ്റേജസിലാണെന്ന് അറിയാൻ പറ്റും, ഭാവിയിൽ തേയ്മാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നേരത്തെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതുപോലെ തന്നെ ഒരു സംശയം കൂടെ, നമുക്ക് വരുന്ന എല്ലാ മുട്ടുവേദനകളും തേയ്മാനമാണോ, അല്ലെങ്കിൽ തേയ്മാനത്തിലേക്ക് ഭാവിയിൽ ലീഡ് ചെയ്യോ എന്നൊരു സംശയം. എല്ലാ മുട്ടും തേയ്മാനമല്ല. മുട്ടിപ്പോൾ ഒരുപാട് മുട്ടെന്ന് വെച്ചാൽ ഒരുപാട് ഒരു കോംപ്ലക്സ് ജോയിൻസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ 4 ബോൺസിൻ്റെ ഒരു ജോയിൻ്റാണ് മുട്ടെന്നുള്ളത്. ഫീമർ ബോണും ടിബിയ, ഫിബുല, പെറ്റല്ല. അതിനെ കവർ ചെയ്യുന്ന തന്നെ സൈനോവിയ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ കാർട്ടിലേജ് ഉണ്ട്, മെനിസ്കസ് ഉണ്ട്, സൈനൽ ഫ്ലൂയിഡ് ഉണ്ട്, ഇങ്ങനെ കുറേ ഒരു കോംപ്ലക്സ് ആണ്. അപ്പോൾ എല്ലാം തേയ്മാനമല്ല. പക്ഷേ തേയ്മാനം എന്നുള്ളത് മുട്ടിലേൽക്കുന്ന ഏതൊരു പരിക്കുകളും വേണ്ട വിധം പരിഹരിക്കപ്പെട്ടില്ല സങ്കല്പിക്കുക, അത് തേയ്മാനത്തോട്ട് ട്രിഗർ ചെയ്യും. മനസ്സിലായല്ലേ? അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഒരു തേയ്മാനം വരുന്നത്, തേയ്മാനത്തിൻ്റെ മെയിൻ കാരണം എന്താ അറിയോ? ഇറ്റ്സ് എ പ്രോഗ്രസീവ് ഡിസോർഡർ, ഏജ് ആണ്. അപ്പോൾ തേയ്മാനത്തെ പ്രായം, ഈ പ്രായം എന്നുള്ള തേയ്മാനത്തെ ഏറ്റവും നമുക്ക് ആർക്കും മാറ്റാൻ പറ്റാത്തൊരു സാധനമാണ്. പക്ഷേ പ്രായമല്ലാത്ത മറ്റെല്ലാം മാറ്റാൻ പറ്റും. മനസ്സിലായില്ല? അപ്പോൾ ഏർലി ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ പ്രായമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ട്രിഗർ ചെയ്യും, ഇതെല്ലാം മാറ്റാൻ പറ്റും. ഇപ്പോൾ ചെറിയൊരു അവരെ കൺജൻറ്റൽ ഡിഫോമിറ്റി സങ്കല്പിക്കുക. ഇപ്പോൾ കാൽമുട്ട് ചില ആളുകൾക്ക് പതിഞ്ഞ കാലുകളായിരിക്കും, ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയും, പെസ് പ്ലാനസ്. ഈ ഒരു ജോയിൻസിനെ അതിൻ്റെ തൊട്ട് മുൻപിലും ബാക്കിലുള്ള ജോയിൻസിന് ഡിഫോമിറ്റി പോലും ഇമ്പാക്റ്റ് ചെയ്യും. അപ്പം ഒന്നുകിൽ ഈ ഹിപ്പ് ജോയിൻറ്റിലെ ഒരു ഡിഫോമിറ്റി, അതിലൊരു ആംഗുലേഷൻസ് ഉണ്ടല്ലോ ഹിപ്പ് ജോയിൻറ്റിൻ്റെ, അതുപോലെ തന്നെ കാലിൻ്റെ പതിഞ്ഞ കാലം സങ്കല്പിക്കുക. ഇവിടെയൊക്കെയുള്ള ഡിഫോമിറ്റീസസ് മുട്ടിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ ശരിക്കും വേണമെങ്കിൽ ഫസ്റ്റ് തന്നെ അസസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യാനും പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫ്ലാറ്റ് ഫുട്ടിൽ ആണെങ്കിൽ അതിന് വേണമെങ്കിൽ ഒരു മീഡിയൽ ബ്രിഡ്ജസ് വെച്ചിട്ട് അവരെ ലൈഫ് ലോങ് ആയിട്ട് അവർക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് വരാതെ മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ രണ്ട് കാലിൻ്റെയും ഒരു ലെങ്ത് ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഫുട്വെയറിൽ കുറേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അസസ് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഈ ഡിഫോമിറ്റീസ് ഒക്കെ മുൻകൂട്ടി കണ്ടെത്തി തടയുക എന്നതാണ് മുട്ടിൻ്റെ ലൈഫ് കൂട്ടാനും തേയ്മാനത്തെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള സിംപ്ലസ്റ്റ് വഴി, ഏർലി ഡിറ്റക്ഷൻ. അതിന് ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ഏർലി ഡിറ്റക്ഷൻ ഏറ്റവും വലിയ പ്രശ്നം ഇത് അസിംപ്റ്റമാറ്റിക് ആണ് പലപ്പോഴും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം. ഉണ്ടാവില്ല. ഒരു നീ ജോയിൻസിൽ തേയ്മാനം തുടങ്ങി ആ ജോയിൻറ്റ് ടോട്ടൽ ഇറിവേഴ്സിബിൾ ഡാമേജ്, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത അത്രയും കോംപ്ലിക്കേറ്റഡ് ആവാൻ ഒരു 12 വർഷം വേണ്ടി വരും. ഇതിൻ്റെ ഫസ്റ്റ് 4 years അസിംപ്റ്റമാറ്റിക്, ടോട്ടലി അസിംപ്റ്റമാറ്റിക്, നിങ്ങൾ എന്ത് ചെയ്താലും പെയിൻ ഉണ്ടാവില്ല, മനസ്സിലാവുകയില്ല. 4 to 8 years സിംപ്റ്റമാറ്റിക് ആണ്. ചെറിയ ഇടയ്ക്കിടെ വേന വരും, നിങ്ങൾ എവിടെയെങ്കിലും ട്രക്കിങ് പോകുമ്പോൾ ചിലപ്പം നെക്സ്റ്റ് ഡേ വേന വരും, അടുത്ത ദിവസം ഓട്ടോമാറ്റിക്കലി പോകും. അപ്പോൾ അത് നിങ്ങൾ അത് കെയർ ചെയ്യില്ല. ചിലപ്പോൾ ഡോക്ടറെ കാണുന്നത് അപ്പം വിചാരിക്കുന്നുണ്ടോ, പക്ഷേ നെക്സ്റ്റ് ഡേ പെയിൻ വരുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യും. 8 to 12 years ഡിഫോമിറ്റി ഇയേഴ്സ് എന്ന് പറയും. അത് സ്ട്രക്ചറലി ഡാമേജ്ഡ് ആവും. അപ്പോഴാണ് ഒരാൾ ശരിക്കും തേയ്മാന ചികിത്സ തുടങ്ങുന്നത്. 8 years 8 to 12 years ആകുമ്പോഴത്തേന് അത് ടോട്ടലി കൊളാപ്സ് ചെയ്യും. ടോട്ടലി കൊളാപ്സ് ചെയ്താൽ പിന്നെയുള്ള ടേക്ക് കെയർ ആണ്. പക്ഷേ ഈ ഒരു 12 years ഉണ്ടല്ലോ, ഇതിലൊരു 10 വർഷത്തിൻ്റെ ഇടയിലാണ് ട്രീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ടേക്ക് കെയർ മാറ്റാൻ പറ്റും. ടേക്ക് കെയറിനേക്കാളും മുട്ട് മാറ്റി വെച്ച മുട്ടിനേക്കാളും നല്ല മുട്ടിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ മുട്ട് മാറ്റി വെച്ചിട്ട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, കുറേ ഫ്ലെക്ഷൻ ലിമിറ്റേഷൻസ് ഉണ്ട്, കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പെരി പ്രോസ്റ്ററ്റിക് ഫ്രാക്ചർ എന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ ഈ ഇംപ്ലാന്റ് ലൂസനിങ് എന്ന് പറയും, ഇല്ലെങ്കിൽ ഇംപ്ലാന്റ് അലർജി വരാം. ചിലപ്പം ഇതിൻ്റെ ലൈഫ് നല്ലൊരു 15 years ഒക്കെ ഉണ്ടാവുള്ളൂ, 15 to 20 years ഒക്കെ ഉണ്ടാവുള്ളൂ നീണ്ട് ഇത്. അപ്പം നമ്മളിപ്പോൾ ഒരു 50 വയസ്സൊരാളാണ് മാറ്റി വെക്കുന്നത് സങ്കല്പിക്കുക, അയാൾക്കൊരു ലൈഫ് 90 ഒക്കെ ഉണ്ടെങ്കിലോ വീണ്ടും ചെയ്യേണ്ടല്ലോ നോക്കിയിട്ട്. അപ്പം പൊതുവേ നമ്മൾ ഏർലി ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ ഇതിനെ പൂർണ്ണമായിട്ട് മാറ്റി വെക്കാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ മുട്ട് മാറ്റി വെക്കുന്നതിൻ്റെ അല്ല കുറേ ഡിലേ ആക്കാൻ പറ്റും. അപ്പോൾ ലൈഫിൽ ഒരിക്കൽ ചെയ്താൽ മതിയാവും. മനസ്സിലല്ലേ? അപ്പോൾ ഡോക്ടർ ഇതിൻ്റെ ഒരു നീ അല്ലെങ്കിൽ തേയ്മാനത്തിൻ്റെ വളരെ ഒരു എക്സ്പേർട്ട്, 20 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അക്കോർഡിംഗ് ടു യു എങ്ങനെയാണ് നമ്മൾ തേയ്മാനത്തിന് ശരിക്കും ചികിത്സിക്കേണ്ടത്? ഈ ചോദ്യം തേയ്മാന ചികിത്സ വളരെ പ്രസക്തമാണ്. കാരണം തേയ്മാനത്തെ നമ്മൾ എന്താണ് ടാർഗറ്റ് ചെയ്യുന്നതാണ്, പെയിൻ ആണോ അല്ലേ എന്നാണ് നോക്കിയിട്ട്. തേയ്മാനം ഒരു പ്രോഗ്രസീവ് ഡിസോർഡറാണ്. അപ്പോൾ ഞാൻ ഒരു തേയ്മാനത്തിൻ്റെ ഒരു എക്സ്പെർട്ടാണ് സങ്കല്പിക്കുക. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ തേയ്മാനത്തെ മുഴുവനായിട്ട് മാറ്റാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉത്തരം പറയാം നോ എന്ന് പറയും. കാരണം ഇതൊരു പ്രോഗ്രസീവ് ഡിസോർഡറാണ്. ഒരു പ്രായം ചെല്ലുന്തോറും ഇത് കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലല്ലേ? പിന്നെ എന്താണെന്ന് ചോദിക്കും, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രോഗ്രഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണഗതിയിൽ ആളുകൾക്ക് തെറ്റുപറ്റുന്ന ഒരു ഇതാണ്, ഒരാളുടെ ഒരു തേയ്മാനത്തിൽ നമ്മൾ ഒരു പെയിൻ ഉള്ള ഒരു നീയായിട്ട് നമ്മൾ തേയ്മാന ചികിത്സയ്ക്ക് പോയി, പെയിൻ കുറഞ്ഞു, ഇവർ ചികിത്സ നിർത്തി. മനസ്സിലല്ലേ? ഇത് പ്രോഗ്രസീവ് ഡിസോർഡറാണെന്ന് മനസ്സിലാക്കാതെ നിർത്തുന്നത് നോക്കിയിട്ട്. അപ്പം ഇതിന് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഇത് വേദന കുറക്കുന്നതോടൊപ്പം തന്നെ ഇത് വർദ്ധിക്കുന്ന കുറേ ഘടകങ്ങളുണ്ടാവും ഇവരിൽ. പ്രധാനപ്പെട്ടെങ്കിൽ ഒരു വെരിക്കോസ് വെയിൻ ആളുകൾക്ക് തേയ്മാന ചികിത്സ 7 മടങ്ങ് സാധ്യത കൂടുതലാണ്. ബോഡി വെയ്റ്റ് അതും ഒരു വൺ ഓഫ് ദ ഫാക്ടറാണ്, ട്രിഗറിങ് ഫാക്ടേഴ്സാണ്.
പിന്നെ ഇവരുടെ അലൈൻമെൻറ്റ്, ബോൺ അലൈൻമെൻറ്റ്. ബോണിന് റേഷ്യോ ഒരു വെയിറ്റ് ബെയറിംഗ് ഒരു അലൈൻമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അറിയാം മുട്ടിൽ 2 കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്, മീഡിയൽ കമ്പാർട്ട്മെൻറ്റ്, ലാറ്ററൽ കമ്പാർട്ട്മെൻറ്റ് അല്ലേ. മീഡിയൽ കമ്പാർട്ട്മെൻറ്റിലൂടെ 65% വെയിറ്റ് ആണ് സാധനം ട്രാൻസ്ഫർ ചെയ്യുക. ലാറ്ററൽ കമ്പാർട്ട്മെൻറ്റ് 35 ആണ്. ഇപ്പം ഈ മീഡിയൽ കമ്പാർട്ട്മെൻറ്റിലൂടെ കൂടുതൽ പോയി സങ്കല്പിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, മീഡിയൽ കമ്പാർട്ട്മെൻറ്റ് അടിയിലുള്ള മെനിസ്കസിനും മീഡിയൽ മെനിസ്കസിനും അതിൻ്റെ ടിബിയൽ കാർട്ടിലേജിനും കൂടുതൽ ഡാമേജ് ഉണ്ട്. മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു എക്സ്റേയിൽ അതിൻ്റെ തേയ്മാനത്തിൻ്റെ മുട്ടിൻ്റെ ഘടനയെ സൂക്ഷ്മമായി വിലയിരുത്തിയിട്ട് ഇതിനനുസരിച്ചിട്ടുള്ള ഒരു കറക്ഷൻസും കൂടി ഈ തേയ്മാന ചികിത്സയോടൊപ്പം നടക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ടെമ്പററി റിലീഫ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ തേയ്മാന ചികിത്സ എന്ന് പറഞ്ഞാൽ പെയിൻ മാറ്റണം, ഇത് വർദ്ധിക്കുന്ന തടയാൻ പറ്റണം. 2, ഈ തേയ്മാനം വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് കാൽമുട്ടിൻ്റെ ചലനശേഷി കുറയും, അതിന് ചുറ്റുള്ള ജോയിൻറ്റ്സ് മസിൽസ് വീക്ക് ആവുന്നതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഓസ്റ്റിയോഫൈറ്റിക് ഡെവലപ്മെൻറ്റ്സ് വഴി ജോയിൻറ്റ്സിന് മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് വരാതിരിക്കാൻ ഇവർക്ക് തെറാപ്യൂട്ടിക് ആയിട്ട് ഒരു മൊബിലിറ്റി എക്സസൈസും സ്ഥിരമായി ചെയ്യണം. ശരിയായ തേയ്മാന ചികിത്സ എന്ന് പറഞ്ഞാൽ പെയിൻ കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം തന്നെ വർദ്ധിക്കുന്ന തടയാനും അതുപോലെ തന്നെ ഇതിൻ്റെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, ഇത് രണ്ടും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ എങ്കിൽ മാത്രമാണ് നമുക്കിത് ഇതിനെ കൃത്യമായി തടയാൻ പറ്റും. മനസ്സിലായല്ലേ? അല്ലാതെ തൽക്കാലം വേദന മാറിയാൽ തേയ്മാനം മാറിയെന്ന് ധരിക്കാൻ പാടില്ല.